ഡാ കുട്ടാ, നമുക്കിന്നൊരു നല്ല ബീഫ് കറി ഉണ്ടാക്കാം. ആദ്യം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ടുണ്ടല്ലോ, ഓഹോ, നല്ല തുടുത്ത വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫ് കുട്ടനങ്ങ എടുക്കാം. എന്നിട്ട് ചട്ടിയിലേക്ക് ഉണ്ടല്ലോ, നല്ല നല്ല വെണ്ണ പോലുള്ള വെളിച്ചെണ്ണ ചേർക്കണം. പിന്നെ ഉണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി നന്നായി അരച്ചതും ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി ഇങ്ങനെ ഇളക്കണം. എങ്ങനെ? ഇങ്ങനെ. ആഹാ, അപ്പൊ അതിൽ നിന്നും ഒരു മണം വരും. ആഹാ, എന്റെ കുട്ട, എന്ത് രസാന്നറിയോ? അതിലേക്ക് കുറച്ച് സവോള, തക്കാളി, പച്ചമുളക്, ഉപ്പ് എന്നിവ ചേർത്ത് സവോള ഒന്ന് വാടുന്നവരെ കാക്കണടാ കുട്ടാ. പിന്നെ ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടിയും പിന്നെ നമ്മുടെ മസാല ഉണ്ടല്ലോ, മസാലഹാന്നേ, ബീഫ് മസാലയും നമ്മുടെ ഗരം മസാലയും ചേർത്തിട്ടുണ്ടല്ലോടാ. നന്നായി ഇളക്കണടാ കുട്ടാ. ഒന്ന് നല്ല വണ്ണം മൂക്കട്ടടാ. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോടാ, നമ്മുടെ തുടുത്ത ബീഫ് എടുത്തിട്ടുണ്ടല്ലോടാ കുട്ടാ. നല്ല അലുവ പീസാക്കി മുറിക്കണടാ കുട്ടാ. അവന്റെ ഒരു കൊതി കണ്ടില്ലേ? ആഹാ! എന്നിട്ടുണ്ടല്ലോടാ കുട്ടാ, ഇവനെ കുക്കറിലിട്ടൊരു 5 വീസിൽ വരുന്നവരെ ലേശം ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിക്കണടാ കുട്ടാ. പിന്നെ ഉണ്ടല്ലോടാ കുട്ടാ, തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർക്കണം. ആഹാ, പിന്നെ കുറച്ചുനേരം നന്നായി ഇതൊക്കെനടാ കുട്ടാ. പിന്നെണ്ടല്ലോടാ കുട്ടാ, ചട്ടി കുറച്ചുനേരം മൂടി വെച്ചിട്ട് തുറന്നാൽ എന്റെ കുട്ട ഒരു മണമെൻ വരുമെന്നിട്ടല്ലേടാ. അതിനു മുകളിലേക്ക് നല്ല പച്ച മല്ലിയില ചേർക്കണം. ഇനി ചേച്ചി പോയി കഴിക്കട്ടെടാ കുട്ട. കുട്ടനിതൊന്ന് വീട്ടിൽ പരീക്ഷിച്ചു നോക്കൂട്ടോ. ഇനിയും കുട്ടൻ ചേച്ചിയുടെ വീഡിയോ കാണണോ? ഒന്ന് പോടകല്ല. അതല്ലടാ നിന്റെ ഒരു കാര്യം, ഫുഡിന്റെ വീഡിയോ എങ്കില് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇഷ്ടമെങ്കില് ലൈക്കും തരണേ എന്ന് ചേച്ചി പോട്ടെടാ കുട്ടാ. ബൈ.